കോഴിക്കോട് അഴിയൂരിൽ കോൺഗ്രസ് നേതാവ് ബി.ജെ.പിയിൽ ചേർന്നു. മുൻ പഞ്ചായത്ത് അംഗം കെ.പി. ജയകുമാറാണ് ബി.ജെ.പിയിൽ ചേർന്നത്. ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് വികസനം ആഗ്രഹിക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ പ്രയാസ് എന്ന ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന ഭാരതത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ലോകാരാധനായ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുവാനും ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ഇന്നു മുതൽ ഞാൻ തയ്യാറാവുകയാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നു. സമീർ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കളമാറ്റങ്ങളൊന്നും ഒരു പുതിയ കാഴ്ചയല്ലാതായി മാറുന്നു. എന്താണ് ഈ ജയകുമാർ പറയുന്നത്? സമീർ. വിജിത്ത്, കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസിൽ നിന്നുള്ള രാജി തുടരുകയാണ്. അതിലെ ഒടുവിലത്തെ ഉദാഹരണമാണ് ജയകുമാറിന്റെ രാജി. ജയകുമാർ ഇന്നു മുതൽ ബി.ജെ.പിയിൽ ചേർന്ന് പ്രവർത്തിക്കും എന്ന് അദ്ദേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വലിയ സ്വീകരണം ഇന്ന് കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി നേതൃത്വം നൽകുകയും ചെയ്തു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു ജയകുമാറിനെ സ്വീകരിച്ചത്. അദ്ദേഹം ഏറെക്കാലമായി 30 വർഷമായി കോൺഗ്രസിലെ പ്രവർത്തകരാണ്. അതുപോലെ തന്നെ അദ്ദേഹം 2 തവണയായിക്കൊണ്ട് ജനപ്രതിനിധിയുമായിട്ടുണ്ട്. വടകര ബ്ലോക്ക് പഞ്ചായത്തിലെ അഴിയൂർ കല്ലാമല ഡിവിഷനിൽ നിന്നാണ് 2 തവണ ജനപ്രതിനിധിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിൻ്റേത് ഒരു ഏകാധിപത്യമായിട്ടുള്ള നിലപാടായി മാറുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ RMPയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും പറയുന്നിടത്താണ് കോൺഗ്രസിന്റെ നിലപാട്. അഴിയൂർ അതുപോലെ വടകര ഭാഗങ്ങളിൽ നിന്നും പാർട്ടിക്ക് അസ്തിത്വമില്ല, മാത്രമല്ല കുടുംബവാഴ്ചയാണ് നടക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ബി.ജെ.പിയുടെ കാര്യമാവട്ടെ അത് വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ അതിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് തന്റെ തീരുമാനം എന്നും ജയകുമാർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഇവിടുന്ന് 2 കൗൺസിലർമാർ രാജിവെച്ചിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ 3ാമത്തെ രാജി കൂടി അഴിയൂരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശ്രീജിത്ത്. മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.